ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അതായത് പേ ഔട്ടായിട്ട് ഉള്ള വിഷയം, അതുപോലെ തന്നെ പേജിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് ഏതെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഏതെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കോപ്പിറൈറ്റ് റിമൂവ് ആവാത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും അങ്ങനെയുള്ള ഒരു വിഷയം എങ്ങനെയാണ് നമ്മൾക്ക് ഫേസ്ബുക്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈലാണ്, അത്ര വലിയ യൂസ് ഉള്ള പ്രൊഫൈലൊന്നുമല്ല. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പേ ഔട്ടായിട്ട് ഉള്ള ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പേ ഔട്ടായിട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോവാം. ഡാഷ്ബോർഡിൽ പോയിട്ട് താഴെ കാണാൻ നമുക്ക് പേ ഔട്ട്. അപ്പോൾ ഈ പേ ഔട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പേ ഔട്ടായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്, അതായത് ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും കാണിക്കില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ പേ ഔട്ട് സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടില്ല. സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. അതായത് ഇത് പുതിയൊരു പ്രൊഫൈൽ ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഒരു ടൂളും ഇതുവരെ കിട്ടിയില്ല, അതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ, ഇതിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് മീൻസ് നമുക്ക് പേ ഔട്ട് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ നമ്പർ ഇപ്പം എനിക്ക് നിലവിൽ ടൂളൊന്നും ലഭിക്കാത്തതുകൊണ്ട് ഇവിടെ ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ടൂള് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, അതായത് മോണിറ്റൈസേഷൻ ടാബിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ പ്രൊഫൈലിൽ പോവാം. പ്രൊഫൈലിൽ പോയിട്ട് ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ മോണിറ്റൈസേഷൻ ടാബിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ടാബ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ഈ മോണിറ്റൈസേഷൻ ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. മുകളിൽ തന്നെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഏർണിങ്സ് ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പേജിന്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് പേജിന്റെയോ പ്രൊഫൈലിലോ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു മിനിറ്റ്, താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ റെക്കമെൻഡേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൊഫൈൽ റെക്കമെൻഡേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെയും എഴുതി കാണിക്കുക. ഇവിടെ ഒരു സെൻട്രൽ ഒരു ലൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ടൈപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കും, വ്യക്തമായിട്ട് കൊടുക്കും. ഓക്കെ, അപ്പം എന്താണ് റീസണ് അതും ചിലപ്പം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ആ റീസൺസ് നിങ്ങൾ ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടുന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ വിഷയത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എവിടെയാണ് പ്രശ്നം വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ലിങ്ക്, നിങ്ങളുടെ പ്രൊഫൈലിൻ്റെതായാലും പേജിൻ്റെതായാലും അതിൻ്റെ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഈ 3 ലൈൻ കണ്ട, ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുക. കോപ്പി ലിങ്ക് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി നിങ്ങളൊന്ന് എടുത്തു വെക്കണം. അതുപോലെ തന്നെ ഈ പ്രൊഫൈലിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടി എടുത്തു വെക്കണം. ഓക്കെ, പ്രൊഫൈലിൻ്റെ പ്രൊഫൈല് പേജ് ആണെന്നുണ്ടെങ്കിൽ പേജിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് എടുത്തു വെക്കണം. അതിനുശേഷമാണ് നിങ്ങൾ ഈ ലൈനിൽ പോവുക. 3 ലൈനിൽ പോയിട്ട് റിപ്പോർട്ട് എ പ്രോബ്ലം, താഴെ കണ്ട റിപ്പോർട്ട് എ പ്രോബ്ലത്തിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന റിപ്പോർട്ട് എ പ്രോബ്ലത്തിൽ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വേറൊരു ഇന്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഈ ഒരു ഇന്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇൻക്ലൂഡ് എന്നുള്ള ഓപ്ഷനിൽ ഇൻക്ലൂഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണോ, പ്രൊഫൈലായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പേജുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമാണോ നമ്മൾ ആദ്യം നോക്കുക. ഇതിപ്പോൾ നമ്മൾ പ്രൊഫൈലായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ പ്രൊഫൈൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ വിഷയം എന്താണ് അത് നമ്മൾ ആദ്യം ഇവിടെ ഷെയർ ചെയ്യുക. ഡിയർ ഫേസ്ബുക്ക്,
ഡിയർ ഫേസ്ബുക്ക് എന്നെല്ലാം ടൈപ്പ് ചെയ്തിട്ട് ഡിയർ ഫേസ്ബുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമ്മളെ ഇഷ്യൂ എന്താണ് അത് നമ്മൾ ആദ്യം മുൻകൂട്ടി തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ പിന്നെ നമ്മളെ ലിങ്കും കൂടി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ലിങ്ക് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഉണ്ടല്ലോ അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ പ്രൊഫൈലിന്റെ പേരും കൂടി നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തണം, ഇതിന്റെ ഈ ബോക്സിന്റെ അകത്ത് ഉൾപ്പെടുത്തണം. അതിനുശേഷം നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള രണ്ട് പിന്നെ ഒന്ന് ആ പ്രൊഫൈലിന്റെ ഫ്രണ്ട് ഭാഗം, അതുപോലെ തന്നെ ഏതാണ് നമ്മളുടെ ഇഷ്യൂ ഉള്ളത് ആ ഇഷ്യൂവിന്റെ സ്ക്രീൻഷോട്ടും കൂടി എടുത്തിട്ടുണ്ടാവണം. ആ രണ്ട് ഫോട്ടോസും നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഷെയർ കാണിക്കുന്നത് മാത്രം. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഞാനിപ്പോ ഇവിടെ രണ്ട് വിഷയം ഞാൻ അതിലേക്ക് ഒന്ന് ഇതിട്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നും കൂടി ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളൂ. ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സാധനത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്യൂ അങ്ങോട്ടേക്ക് പോകും. വിത്തിൻ 48 days, അതായത് 2 daysന്റെ ഉള്ളിൽ നമ്മൾക്ക് തിരിച്ച് റിപ്ലൈ വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾക്ക് അത് ഫേസ്ബുക്കിന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിച്ചിട്ട് നിങ്ങളുടെ പേജ് ആയാലും പ്രൊഫൈലായാലും അത് പഴയതുപോലെ തന്നെ ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട രീതി. പല ആൾക്കാർക്കും അറിയില്ല അതിനെ കുറിച്ചിട്ട്. അപ്പം അത് ഒന്നും കൂടി മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ റിപ്പീറ്റ് ഒന്നും കൂടി ചെയ്തിട്ട് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. പേ ഔട്ട് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ആ ഒരു ഓപ്ഷൻ ആ സൈഡിലേക്ക് പോയിട്ട് ചെയ്താൽ മതി, അപ്ഡേറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതുകൂടാതെ തന്നെ ടാക്സ് ഫോർമലായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ചില സമയത്തൊക്കെ പേ ഔട്ട് സെക്ഷനിലും ലഭിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കമന്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.